മലപ്പുറം തിരൂർ കൂട്ടായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് നടുക്കടലിൽ അപകടത്തിൽപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ബോട്ടിന്റെ മേൽക്കൂര തകരുകയായിരുന്നു. കടലിൽ വല ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരൂരിൽ നിന്ന്. സമീർ, മലപ്പുറത്ത് ശക്തമായ മഴയും കാറ്റും ഉണ്ടല്ലോ. ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് സമീർ? ഉന്മേഷ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിലാണ് മലപ്പുറം തിരൂർ കൂട്ടായിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വാദി റഹ്മ എന്ന് പറയുന്ന ബോട്ട് ഈ നടുക്കലിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ബോട്ടിൽ വല വീശുന്ന സമയത്ത് ഈ 50ഓളം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ശക്തമായ കാറ്റിൽ ബോട്ടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികൾ ഈ മീൻ കുരുങ്ങിയ വല മുറിച്ച് ഉപേക്ഷിച്ച് ഉടൻ തന്നെ കരയിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതോടുകൂടി മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആർക്കും ആളപായമോ പരിക്കോ ഉണ്ടായിട്ടില്ല. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ കാറ്റിൽ മലപ്പുറത്ത് തെങ്ങ് ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. സൗത്ത് വെല്ലാർ സ്വദേശി അഴകുറ്റപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മലപ്പുറത്ത് വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. സമീർ ബിൻ കരീം ഇപ്പോൾ തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, ഈ വ്യാപക നാശനഷ്ടമാണല്ലോ ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കനത്ത മഴയിലും കാറ്റിലും. ഇതെപ്പോഴാണ് ഈ തെങ്ങ് ദേഹത്ത് വീണ് ഇദ്ദേഹം മരിച്ചത് സമീർ? ഉന്മേഷ് ഉച്ചയ്ക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. ഈ ശക്തമായ കാറ്റിലാണ് തിരുനാവായ സൗത്ത് വെല്ലാർ സ്വദേശിയായിരിക്കുന്ന ആഴകുറ്റിപ്പറമ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഇയാൾ ഈ തെങ്ങ് ശരീരത്തിൽ ദേഹത്ത് വീണ് മരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം തെങ്ങിന് സമീപത്ത് വെച്ച് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ശക്തമായ കാറ്റുണ്ടാകുന്നത്. അത് ഈ കാറ്റിൽ തെങ്ങിന്റെ ഒരു ഭാഗം മുറിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീഴുകയും അങ്ങനെ ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. നിലവിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്.